യു.പിയിലെ ദാദ്രിയിൽ പശുവിറച്ചി കഴിച്ചു എന്നാരോപിച്ച് 52 വയസ്സുകാരനായ മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊല്ലുകയും മകൻ ദാനിഷിന് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത വർഗീയവാദികളായ ക്രിമിനലുകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് അവർക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുരജിപൂർ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് യു.പിയിലെ യോഗി സർക്കാർ. 10 വർഷം മുമ്പ് 2015 സെപ്റ്റംബർ 28-ന് പശുക്കിടാവിനെ കൊന്നുവെന്ന് ക്ഷേത്രത്തിലെ മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്തതിനെ തുടർന്ന് 18 പ്രതികൾ മുഹമ്മദ് അഖ്ലാഖിനെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ചു കൊന്നുവെന്നാണ് കേസ്. രാജ്യമാകെ വൻ പ്രതിഷേധത്തിന് വഴിവെച്ച ഈ സംഭവത്തിലെ ഒന്നാം പ്രതി ബി.ജെ.പി. പ്രാദേശിക നേതാവ് സഞ്ജയ് റാണയുടെ മകൻ വിശാൽ റാണയാണ്. 18 പ്രതികളിൽ 2 പേർ രോഗം മൂലം മരണപ്പെടുകയുണ്ടായി. കഴിച്ചതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതും ആട്ടിറച്ചിയാണെന്ന് കുടുംബം കേണപേക്ഷിച്ച് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ആ മനുഷ്യരെ കൊന്നുകളയുകയായിരുന്നു ക്രിമിനലുകളായ ഈ ഗുണ്ടാ സംഘം. അഖ്ലാഖിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും ലഭിച്ച മാംസം ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് ആട്ടിറച്ചിയാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി. ഒരു വ്യാജ ലാബ് റിപ്പോർട്ട് പുറത്തിറക്കുകയും അതിൽ പശുവിറച്ചിയാണെന്ന് ആരോപിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് വാദിച്ചുകൊണ്ട് ബി.ജെ.പിക്കാർ അന്ന് പ്രക്ഷോഭം നടത്തിയിരുന്നു. രാജ്യത്തെ നടുക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പശു ഭീകരതയുടെ തുടക്കത്തിൽ മരണപ്പെട്ട ആളായിരുന്നു മുഹമ്മദ് അഖ്ലാഖ്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി രാജ്യാന്തര ശ്രദ്ധ നേടുന്ന ആൾക്കൂട്ട കൊലയായിരുന്നു മുഹമ്മദ് അഖ്ലാഖിൻ്റെത്. എന്നാൽ പിന്നീട് രാജ്യത്ത് മുഹമ്മദ് അഖ്ലാഖിന് ശേഷം നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടെങ്കിലും രാജ്യത്തിന്റെ നീതി സംവിധാനവും രാഷ്ട്രീയ ബോധവും മൗനവും ഇത്തരം കൊലപാതകങ്ങളെ അംഗീകരിക്കുന്ന രീതിയിൽ ഒരു സർവ്വസാധാരണ വിഷയമായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ മാറുകയാണ് ഉണ്ടായത്. ബി.ജെ.പിയുടെ സ്ഥിരം തൊഴിലായി ആൾക്കൂട്ട കൊലപാതകം മാറുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരും ഇത്തരം കൊലപാതകങ്ങൾക്ക് പരസ്യവും രഹസ്യവുമായ പിന്തുണ നൽകുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് മുഹമ്മദ് അഖ്ലാഖിന്റെ പ്രതികളെ മോചിപ്പിക്കാൻ യോഗി സർക്കാർ നടത്തുന്ന ഈ ശ്രമം. രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത്, മോബ് ലിഞ്ചിങ് നടക്കുന്നത് ആ മനുഷ്യരുടെ മാത്രം ആവശ്യമായിരുന്നില്ല. അത് ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ ലൈനാണ്. ക്രിമിനലുകളെ രക്ഷിക്കാൻ, ഗുണ്ടകളെ രക്ഷിക്കാൻ, പശു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാൻ നരേന്ദ്രമോദിയും യോഗിയും പ്രതിജ്ഞാബദ്ധരാണ്. അവർക്ക് കടപ്പാട് രാജ്യത്തെ ഭരണഘടനയോടോ അല്ലെങ്കിൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങളോടോ അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് യോഗി സർക്കാരിന്റെ ഈ നീക്കം. ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ നിയമം തന്നെ രൂപീകരിക്കണമെന്നും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും സുപ്രീം കോടതി ശുപാർശ ചെയ്യുകയുണ്ടായി. ആൾക്കൂട്ട കൊലപാതകങ്ങളും മോബ് ലിഞ്ചിങ്ങും പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്നതും രാജ്യത്തെ നിത്യ സംഭവമായി മാറുന്നതിൻ്റെയും പിന്നിൽ ക്രിമിനലുകൾക്ക്, പ്രതികൾക്ക് ബി.ജെ.പിയും നരേന്ദ്രമോദിയും നൽകുന്ന സംരക്ഷണമാണ് ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.